പറഞ്ഞതാണ് രാജ്യം അപകടാവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉംറയ്ക്ക് പോകാവൂ. ഉംറയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഈ വോട്ടിനുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാ. അതുപോലെ തന്നെ കൊടുവള്ളിയിൽ കിഴക്കോത്ത് ഭാഗത്തുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹവും ഉംറക്ക് ആളെയും കൊണ്ട് പോകാൻ 50 പേരെയും കൊണ്ടാ. കണ്ണൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ കാസർഗോഡ് 1800ഓളം ആളുകൾ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ള കൂട്ടത്തിൽ നമ്മുടെ ഒരു വാർഡ് പോയത്. എനിക്കെന്റെ പുട്ടിപ്പടിയിലെ സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. നമ്മൾ കേവലം ലീഗല്ല. ആരെങ്കിലും ഒരാൾ ഈ പാർട്ടിയുടെ കൂടെ നിന്ന് ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കാലാകാല ആഖിറത്തിൽ നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യുമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കാരണം കേരള മുസ്ലിം ലീഗ് മലബാർ ജില്ലാ മുസ്ലിം ലീഗായി 1948 രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM സീതി സാഹിബ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് KNMന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ NV അബ്ദുസ്സലാം മൗലവിയായിരുന്നു. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഈ KM മൗലവിയായിരുന്നു. ഇവർ 3 പേരുമാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന അന്നത്തെ കോഴിക്കോട്ടെ വ്യാപാര രംഗത്ത് പ്രസിദ്ധനായിരുന്ന ഒരു നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം, മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു ഭൂതകാലം നേതാവിനെ കണ്ടെത്തുകയും അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ മുസ്ലിം സാമാന്യം, മുസ്ലിം ബഹുജനങ്ങൾ ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നത്. ഇവിടെയുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമുക്കൊരു ഭൂതകാലമുണ്ട് എന്ന്. സ്വന്തം പത്രത്തിൽ കൊടുക്കുന്ന പത്രാധിപർ വേറെ അങ്ങനെ ഒരു പത്രാധിപർ വേറെ എവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ലീഗിന്റെ ഒരു പാരമ്പര്യം ഞാൻ ഒറ്റ വാക്കുകൂടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 1936 സഫറുല്ലാ ഖാൻ ആയിരുന്നു ലീഗിന്റെ പ്രസിഡന്റ്. ആരാ സഫറുല്ലാ ഖാൻ? അഹമ്മദിയ. സെയ്ദ് സഫറുല്ലാ ഖാൻ അഹമ്മദിയാണ്. അത് വലിയ പ്രശ്നമായപ്പോ അതിനെതിരായിട്ട് ലേഖനം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഈ ചന്ദ്രികയുടെ വലിയ പത്രാധിപർ വി അബ്ദുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആൾ അഹമ്മദിയായിരുന്നു. സങ്കല്പിക്കാൻ പറ്റുമോ? വി അബ്ദുൽ ഖയ്യൂം മരിച്ചപ്പോ ലേഖനം എഴുതി ആരാന്നറിയാം? CH ഒരു ലേഖനം എഴുതി. അബ്ദുൽ ഖയ്യൂം എന്ന് പറഞ്ഞ ആൾ എത്രയോ പുസ്തകങ്ങൾ ഉറുദുന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഹമ്മദിയായ ഈ പത്രാധിപരെ പറ്റി CH ചന്ദ്രിക വീക്കിലിയിൽ ഒരു പരമ്പര എഴുതി തുടങ്ങി. 3ാമത്തായപ്പോ പാർട്ടി ഇടപെട്ടത് നിർത്തി. കാര്യം മനസ്സിലായോ? CH എഴുതിയതാണ്, അതിന്റെ ചീപ്പെട്ടതാ CH. അപ്പൊ ഇങ്ങനെ അഹമ്മദികള് അന്ന് ഗാന്ധി അഹമ്മദികളോട് പറഞ്ഞിരുന്നു, പാകിസ്ഥാൻ വാദത്ത് നിങ്ങൾ അനുകൂലിക്കരുത്. അപ്പൊ ഒരു ചോദിച്ചാൽ എന്താ? അവിടെ എത്തിയാൽ രാജ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേന്ന് ഇവരുടെ പണി നിങ്ങൾ കാഫറാന്ന് പറയാ, നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അത് തന്നെ സംഭവിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾ ഞങ്ങൾ നടത്തും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കുപോക്കുകൾ RSSുമായും BJPയുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എന്ന് പറയുന്ന CH മുഹമ്മദ് കോയ സാഹിബിന്റെ യാത്ര എന്ന് പറയുന്ന ഒരു വലിയ പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഹജ്ജ് യാത്ര, MK ഹാജി എന്ന് പറയുന്ന കറകളഞ്ഞ മുജാഹിദാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ലാത്ത MK ഹാജി ആയിരുന്നു CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഹജ്ജ് യാത്രയിലെ അമീർ. ഹറമിൽ വെച്ച് K ഉമർ മൗലവിയായിരുന്നു അദ്ദേഹത്തിന്റെ അമീർ. ആ ഹജ്ജ് യാത്ര പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ യാത്രാ വിവരണം പറയുന്ന കൂട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ 73ാമത്തെ പേജിൽ, ഒട്ടേറെ സ്ഥലങ്ങളിലുണ്ട്, അതിലൊന്ന് ഈ പുസ്തകത്തിന്റെ 73ാമത്തെ പേജിൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് രേഖപ്പെടുത്തുകയും ഇംഗ്ലീഷിലേക്ക് വരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകമൊന്നാകെ വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില വാചകങ്ങൾ അദ്ദേഹം പറയുന്നു. ഹറം ഷെരീഫിന്റെ മുകളിൽ നിന്ന് മഴയത്ത് ഒലിച്ചു വന്ന വെള്ളം ചില ബംഗാളികളും മറ്റും വായ കാട്ടി കുടിക്കുകയും തലയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു.
പ്രാവിൻ കാഷ്ടത്തിന്റെ ഒരു രസായനമായി തീർന്ന ആ വെള്ളത്തിൽ ആ പാവങ്ങൾ അനിസ്ലാമികമായ പുണ്യം കണ്ടു. വിവരക്കേട് തന്നെ. കഅബയിലെ കഥ ഇതിലും ഭയങ്കരമാണ്. പ്രാകാഷ്ടജലം മാത്രമല്ല, കഅബം മൂടിയ കില്ലക്കുമുണ്ടു കോളുകാർ. സൗദിന്റെ ഭരണമില്ലായിരുന്നുവെങ്കിൽ കഅബയും റൗളയും മാത്രമല്ല, അവ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണുകൂടി ഭക്തന്മാർ ആഹരിച്ചു കളയുമായിരുന്നു എന്നൊരാൾ തമാശയായി പറഞ്ഞു. പോലീസ് വിലക്കിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെ മുത്താൻ ചാടിപ്പായുന്നവരും സിയാറത്ത് നിഷേധിച്ചിട്ടും കുമ്പിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളും അയാളുടെ വാക്കുകളിലെ അതിശയോക്തിയെ കുറിക്കുന്നു.